കഷ്ടപ്പെടാൻ കഴിയില്ലാത്തത്. പക്ഷെ ഞാൻ അന്ന് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ റെസ്റ്റ് എടുത്ത്. ഞങ്ങളിത് ശരിക്കും പറഞ്ഞെങ്കിൽ 100% ടെമ്പറേച്ചറിലാണ്. അതിശയിപ്പിക്കുന്ന ജീവിതകഥയില്ല, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് വരുമാനങ്ങളുമില്ല. പക്ഷേ ഈ ഒരു ചെറിയ കടയിൽ നിന്ന് ജീവിതത്തിലെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും തീർത്ത് സംതൃപ്തിയോടെ ജീവിക്കുന്ന വിധുബായിയുടെ കടയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് വിദ്യാകുമാർ പി ഷെണായി. കടയുടെ പേര് ലസ്സി ഷോപ്പാണ് ഇപ്പോഴത്തെ. പണ്ട് ഐസ്ക്രീം പാർലറായിരുന്നു, ഇപ്പോൾ ലസ്സി ഷോപ്പാക്കി. ഞാൻ രാത്രി 10:30 തുറന്ന് ഒരു 12-1 മണി വരെ ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ 1969 ഒക്ടോബറിലാണ് ഫാദറിൻ്റെ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്യണം ബിസിനസ്സിലേക്ക്. അന്ന് ഞങ്ങൾക്ക് ചെറിയ കട, 3-4 പേരും അച്ഛനും കൂടെ ഒരുമിച്ചിരുന്നൊരു ചെറിയ കച്ചവടം. അത് പിന്നെ ഇങ്ങനെ ആയി. 75 ആയപ്പോൾ വേറൊരു കടയും കൂടി തുടങ്ങി. അപ്പോൾ 2 പേരും അവിടെ പോയി ജൂ ടൗണിൽ. അത് കഴിഞ്ഞ് കുറച്ചാൾ വിട്ട് നിന്ന് 88 ആയപ്പോൾ ഇവിടെ തുടങ്ങി. അതിനുശേഷം ഞാൻ തന്നെ ഇവിടെ 36 കൊല്ലം ഇപ്പോൾ. പിന്നെ ഓരോ ബ്രദേഴ്സിനും ഓരോരോ കടയുണ്ടായിരുന്നു. 5 കടയുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൊത്തം കൊച്ചി. ഇപ്പോൾ നിലവിൽ 2 കടയുള്ളൂ. ആദ്യത്തെ ഇതിൽ ഗ്ലാസ്സിനകത്ത് നമ്മൾ 4 സ്പൂൺ പഞ്ചസാരയും ശകലം വെള്ളം ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കും കുറേ നേരം, പഞ്ചസാര മെൽറ്റാകണമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് തൈര് ഇട്ടിട്ട് 2 അടി അടിച്ചിട്ട് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈരിൻ്റെ ഒരു കട്ട നിൽക്കും അതിനകത്ത്. പിന്നെ ആളുകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തൈര് കടയണ സാധനം ഉണ്ടായിരുന്നു പണ്ട് വീട്ടിൽ. ആ കടകോല് വെച്ച് അടിച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആളുകൾ വരുമ്പോൾ ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ബോംബെയിൽ അങ്ങനെയാണ്, ബോംബെയിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കടകോലിട്ട് അടിച്ച് ഒരു പാത്രത്തിനകത്ത് അടിച്ചിട്ട് അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ പതയൊക്കെ വരുവായിരുന്നു സാധാ ലസ്സിന്നും വന്നിട്ട്. അപ്പോൾ അതിന് അന്ന് ഭയങ്കര ചിലവാണ്. വന്ന് വൈകിട്ട് 6 മണിക്ക് കച്ചവടം തുടങ്ങി. രാവിലെ മുതൽ തുറക്കുമെങ്കിലും വൈകിട്ട് 6 മണിക്ക് ഒരു 10-35 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് ആ കടയിൽ. ഞങ്ങൾ 3-4 പേര് കടയിൽ ലസ്സി കുടിക്കും, ഫ്രൂട്ട് സലാഡ് കുടിക്കും. അന്ന് വിൽക്കുന്നത് 60 പൈസയാണ്. ഇന്ന് ആ സാധനം 40 രൂപയായി. മിക്സി അല്ല, ഞാൻ കടകോല് തന്നെ ഉപയോഗിക്കുന്നു ഇപ്പോഴും. കടകോലിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന് ബട്ടർ വരില്ല, മിക്സിയിൽ അടിച്ചാൽ അതിന് ബട്ടർ വരും. അപ്പോൾ ആ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ നിന്ന് അത് വെറുതെ വേസ്റ്റായി പോകും. കടകോലിൽ അടിച്ചാൽ നമ്മൾ കണക്കിൽ കൂടുതൽ അടിച്ചാലേ ബട്ടർ വരുള്ളൂ അതിന്. അപ്പോൾ ഇത് പഞ്ചസാര ഇളകി കഴിഞ്ഞാൽ 1-2 അടി അടിച്ചു കഴിഞ്ഞാൽ തീർന്നു. മിക്സിയിലാകുമ്പോൾ ലിമിറ്റില്ല, നമ്മൾ ഓൺ ചെയ്തിട്ട് സമയം കൂടുതലായി കഴിഞ്ഞാൽ ബട്ടർ വരും അതിന്. അപ്പോൾ കുടിക്കുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും. മോരാകും അത് ശരിക്കും. ബട്ടർ മാറിക്കഴിഞ്ഞാൽ കേട് ബട്ടർ മിൽക്കാകും. അതിനെ കൊണ്ട് പഞ്ചസാര ഇട്ട പോലെയോ ചിലപ്പോൾ. ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡ്, 2ാമത്തെ ലസ്സി, 3ാമത്തെ ബദാം മിൽക്ക്, പിന്നെ നമ്മൾ പഞ്ചസാര കാച്ചി വയ്ക്കണ സോഡാ സർബത്തും ജൽജീരയും. പിന്നെ ഈ വറുത്തതൊക്കെ ചെയ്യുന്നത് വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെ ഉണ്ടാക്കും, ഞാനും വൈഫും കൂടി. എന്തൊക്കെയാണ് ഇവിടെ വറുത്തത് വെക്കുന്നത്? ചിപ്സ് അല്ലാതെ വേറെയും ഒരുപാട് പലതരം. ഉരുളക്കിഴങ്ങ് ചിപ്സ് ഉണ്ട്, കായ വറുത്തതുണ്ട്, ചേമ്പ് വറുത്തതുണ്ട്, മധുരക്കിഴങ്ങ് വറുത്തതുണ്ട്, കപ്പ വറുത്തതുണ്ട്. ഈ 5 കൂട്ടം. പിന്നെ മിക്സർ, അവിൽ മിക്സർ എന്നും പറഞ്ഞാണ് ഞങ്ങളുടെ ഫേമസ് ആണ്. പിന്നെ സാധാരണ മിക്സർ, പിന്നെ മുറുക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് പാക്കറ്റ് വരവല്ല, പപ്പടോട് അതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് വറക്കണേണ്. അപ്പോൾ ഇങ്ങനെ ഒരു കട എന്താ പറയാ തുടങ്ങിയ സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളായിട്ടായിരിക്കും തുടങ്ങിയത്. ഇപ്പൊ 3 മക്കളുണ്ട്. അതെ. ഇപ്പൊ ശരിക്കും സംതൃപ്തമല്ലേ ഈ ഒരു കട? 100% സംതൃപ്തമാണ്. എൻ്റെ ബാധ്യത ഒന്നുമില്ല. മക്കളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മക്കള് മൂത്തവളിപ്പോൾ ബാങ്കിൽ കിട്ടി, കാനറ ബാങ്കിൽ ഓഫീസറായി. 2ാമത്തെ HSBC അനാലിസിസ് വിങ്ങിൽ. 3ാമത്തേന് ഞാൻ MBBS കൊണ്ട് ചേർത്തിരിക്കണം ഇപ്പോൾ SUT. ഈ കടയിൽ തന്നെ ഇരുന്നിട്ട്. അപ്പോൾ ഇവിടെ എത്ര മണിക്ക്
എപ്പോഴൊക്കെയാണ് കട തുടങ്ങുന്നത്? സാധാരണ പണ്ട് 9:30-10 മണിക്ക് രാവിലെ കട തുറന്നാൽ രാത്രി 1:30-2 മണിയാകുമ്പോഴേ കൂട്ടണം. അപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞാൽ 12-2 16 മണിക്കൂർ 17 മണിക്കൂർ വന്ന് കച്ചവടം ചെയ്യണേണ് ആ കട. അപ്പോൾ പാല് വീട്ടിൽ തന്നെയാണ്, പശു എരുമയുണ്ട്. അപ്പോൾ രാവിലെ അവിടുത്തെ പണി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അന്ന് റെസ്റ്റില്ല. ഇന്ന് അതുകൊണ്ടാണ് ഫുൾ ഡേ റെസ്റ്റ് എടുത്തിട്ട് രാത്രി 2-2.5 മണിക്കൂർ കച്ചവടം ചെയ്യണത്. ശരീരം കൊണ്ട് ഒക്കില്ല, അതാണ് സത്യം. പിന്നെ ആളെ നിർത്തിക്കഴിഞ്ഞാൽ അന്ന് ചെയ്യായിരുന്നു, ആളെ നിർത്തിയിട്ട് അത് ചെയ്തില്ല. പിന്നെ ഇപ്പോൾ ചെയ്യാനുള്ള താല്പര്യമില്ല അവർ. അപ്പൊ നേരത്തേക്ക് 16-17 മണിക്കൂറോളം കട വർക്ക് ചെയ്തിരുന്നു. ഇപ്പം 2-2.5 മണിക്കൂറോളം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വരുമാനത്തിലുള്ള മാറ്റം? വരുമാനം പണ്ട് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെലവ് കണ്ടുപിടിക്കണമായിരുന്നു. ഇപ്പോൾ പിള്ളേരെ പഠിപ്പിക്കാനുള്ളതിന് വേണ്ട, അവർക്ക് ജോലിയായി. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളതിനു വേണ്ടി ഇത് ചെയ്യണ്ട. വലിയ നഷ്ടം വരാറുണ്ടോ രാത്രി മാത്രം ചെയ്യുമ്പോൾ, കുറച്ച് സമയം ചെയ്യുമ്പോൾ? നഷ്ടത്തിൻ്റെ ചിന്തയെ എടുക്കണ്ട. നമ്മൾ കച്ചവടം ചെയ്താൽ നഷ്ടമെന്ന് പറഞ്ഞതില്ല. നമുക്ക് വിറ്റില്ലെങ്കിൽ ആ സാധനം നെക്സ്റ്റ് ഡേ ഉപയോഗിക്കാം. നമ്മുടെ ഐറ്റംസ് അങ്ങനത്തെ നശിഞ്ഞു പോകില്ല, കളയേണ്ട വെറുതെ. പിന്നെ 4-5 ദിവസമൊക്കെയാണ് നടക്കില്ല. ഇപ്പോൾ ഈ ചിപ്സ് എന്നൊക്കെ പറഞ്ഞത് 15 ദിവസം ഗ്യാരണ്ടിയാണ് ഏറ്റവും ചുരുങ്ങിയത്. ഇപ്പോൾ ലസ്സി 2 ദിവസം 3 ദിവസം ഇരിക്കും. ബദാം മിൽക്കും ഇരിക്കും ഫ്രീസറിലെടുത്ത് വെച്ചാൽ. അല്ലാണ്ട് ഇപ്പോൾ നമ്മളെടുത്തിട്ട് നാളെ വരുമ്പോൾ കളയേണ്ട ആവശ്യമില്ല. 2 ദിവസം 3 ദിവസം ഷുവറായിട്ടിരിക്കും. പക്ഷേ ശരിക്കും എന്ന് വെച്ചാൽ ആര് ചെയ്യണമെങ്കിലും ഇത് വിജയിക്കും ഇങ്ങനത്തെ ബിസിനസ്. പക്ഷെ ആരും ഇങ്ങനെ ഇതിലും ബുദ്ധിമുട്ടാറില്ല. ബുദ്ധിമുട്ടിയിട്ട് സ്വയം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ല. മേടിച്ച് വിൽക്കണതാണ് എല്ലാവർക്കും ഇപ്പോൾ ഹോബി. അല്ല ഒരാളെ നിർത്തിയിട്ട് ചെയ്യുക, കഷ്ടപ്പെടാൻ കഴിയില്ലാത്ത. പക്ഷെ ഞാൻ അന്ന് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ റെസ്റ്റ് എടുത്ത് ആവശ്യത്തിനുള്ള പണിയെടുക്കുന്നുണ്ട്. സ്വസ്ഥം സമാധാനം എന്നുവെച്ചാൽ ഒരു ബാധ്യത എനിക്ക് ഇതുവരെ ഇല്ല. ഇപ്പോൾ പിള്ളേരെ പഠിപ്പിച്ചെടുത്ത് ഇപ്പോൾ മൂത്ത കൊച്ച് എനിക്ക് കാശ് അയച്ചുണ്ട്. ഞാനത് അവളോട് പറഞ്ഞിട്ട് അവളുടെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൽ അവളുടെ നോമിനിയിൽ വെച്ചിരിക്കുന്നത്. ഞാൻ എടുക്കാറില്ല ആ കാശ്. അപ്പോൾ അവൾ വന്നപ്പോൾ ചോദിച്ചു എൻ്റെ അടുത്ത്, അച്ഛൻ എന്താ കാശ് എടുക്കുന്നത്? എൻ്റെ ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ദൈവം സഹായിച്ച് ഇന്ന് വരെ എനിക്ക് ആവശ്യം വന്നിട്ടില്ല ആ കാശ്. പറഞ്ഞല്ലോ 36 വർഷമായി ഇവിടെ എന്നുള്ളത്. ഇങ്ങനെ സിറ്റി ഏരിയയിൽ ഇങ്ങനെ ഒരു കട 36 വർഷമായി. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു വലിയ കടയിലേക്ക് പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്? വലിയ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിച്ചാൽ ആ ടേസ്റ്റ് വരില്ല. ആ ഒരു വിശ്വാസമാണ് നമുക്ക്. നമ്മൾ കൈകാര്യം ചെയ്യണത് ക്ലീൻ. ആളെ നിർത്തി കഴിഞ്ഞാൽ അവർ ചെയ്തത് നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടി പിന്നെ പോകണം. പിന്നെ അവരോട് അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് പറയാൻ പോകണം. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ മുകളിലുള്ള കച്ചവടം. ഇന്നാളുടെ കടയിൽ പോയി കഴിച്ചാൽ അസുഖമൊന്നുമില്ല, വിശ്വാസമാണിത്. ഏതൊരു ആളോടിപ്പോൾ കൊച്ചിയിൽ ചോദിച്ചാൽ വിധുവയുടെ കടയിൽ പോയി ധൈര്യമായിട്ട് കുടിക്കാമെന്ന് പറയും. ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് വിചാരിച്ച് അങ്ങനത്തെ അല്ല മെഷീൻ ഐറ്റം നമ്മൾ തുടങ്ങണില്ല. അപ്പോൾ പാല് ചൂടാക്കാൻ പറ്റുമോ? മെഷീനിൽ വെച്ച് ചൂടാക്കി ഇത്ര ടെമ്പറേച്ചറാണെന്ന് പറഞ്ഞാക്കണം. ഞങ്ങളിത് ശരിക്കും പറഞ്ഞെങ്കിൽ 100% ടെമ്പറേച്ചറിലാണ്. പാല് തിളച്ച് പൊങ്ങി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുള്ളൂ. തൈരായിക്കോട്ടെ മിൽക്കിൻ്റെ ആയിക്കോട്ടെ. പിന്നെ വീട്ടിൽ പശു എരുമയ്ക്ക് ഉണ്ടായിരുന്ന ആ കാലത്തിൽ അങ്ങനെയാണ് തൈരിൻ്റെ പരിപാടി. ലസ്സി എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ആദ്യം. പിന്നെ നമ്മൾ പാല് ബാക്കി ഉണ്ടെങ്കിൽ പേട ഉണ്ടാക്കും. പാല് വറ്റിച്ചിട്ട് പാൽപ്പേട പാല് വറ്റിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവരുണ്ടാക്കുന്നത് പാൽ ഗോവയിലാണ്. ആ 2 ഡിഫറൻസ് ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്വീറ്റ് ഇത്തിരി കൂടും, അവരുടെ കയ്യിൽ നിന്ന് സ്വീറ്റ് കുറവായിരിക്കും. അവർ ആ കോവയുടെ കണക്കിനാണ് പഞ്ചസാര ഇടണം. ഞങ്ങൾ പാലിൻ്റെ കണക്കിനാണ് പഞ്ചസാര ഇടണം. പക്ഷേ പാല് വറ്റിച്ച് കഴിഞ്ഞാൽ ഇന്ന വിലയ്ക്ക് വിൽക്കണമെങ്കിൽ ഇത്ര പഞ്ചസാര ചെന്നില്ലെങ്കിൽ മുതലാവില്ല. റേറ്റ് പിന്നെയും കൂട്ടേണ്ടി വരും. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആ റേറ്റ് വയ്ക്കുന്നത്. ഇപ്പം പൊതുവേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കട തുടങ്ങി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് ഓരോരുത്തർ ഇറങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ അത് ക്ലച്ച് പിടിച്ചില്ല, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇട്ട് കളയുക, അല്ലെങ്കിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വേറെ ഇപ്പോൾ തുടങ്ങുന്നവർ 100% ഇട്ടുപൊണിയാണ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഇത് പറയണമെങ്കിൽ ഞാൻ തുടങ്ങിയ പോലെ കച്ചവടം ചെയ്ത് തുടങ്ങിയിട്ട് ആ ചെറിയൊരു കടയിൽ
പോളിഷൊന്നും ചെയ്യാതെ ഇതുപോലെ ഇരുന്ന് കച്ചവടം ചെയ്യണമെങ്കിൽ ഇപ്പോൾ തറ തന്നെ കണ്ടില്ലേ നിങ്ങൾ നോക്കിയേ, 88 തറ ഇട്ടതാണത്. പിന്നെ പാച്ച് വർക്ക് എന്തെങ്കിലും ചെയ്യും എന്ന് വെച്ചാൽ പെട്ടി കയറ്റി ഇടുമ്പോൾ അങ്ങനെ പറ്റണേണ്. ടൈൽസ് ഇടാനുള്ള സാഹചര്യം പലരും വന്ന് പറഞ്ഞു ടൈൽസ് ഇട്ട് തരാം. ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ താഴ്ത്തി വീണ് കഴിഞ്ഞാൽ എന്താവും? കച്ചവടം ചെയ്യാൻ പറ്റില്ല. പെട്ടി എടുത്ത് ഉരുട്ടാൻ പറ്റുമോ? അന്ന് പെട്ടി അവിടെ നിന്ന് വെറുതെ ഇങ്ങോട്ട് നേരെ വിട്ടേക്കും. അപ്പോൾ എടുത്ത് പെട്ടി എടുത്ത് വയ്ക്കലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.